നമുക്ക് സിബിൽ സ്കോറിനെ കുറിച്ച് അറിഞ്ഞാലോ? എന്താണ് സിബിൽ സ്കോർ? എത്രയാണ് ഏറ്റവും കുറഞ്ഞ സിബിൽ സ്കോർ? എത്രയാണ് ഏറ്റവും കൂടിയ സിബിൽ സ്കോർ? സിബിൽ സ്കോർ നിർണ്ണയിക്കുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ഘടകങ്ങൾ ചേർന്നാലാണ് സിബിൽ സ്കോർ മെയിൻറ്റെയിൻ ആവുക? സിബിൽ സ്കോർ കൂടിയാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? കുറഞ്ഞാലുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്? മനസ്സിലാക്കിയാലോ? വീഡിയോ ഫുള്ളായി കാണൂ, മനസ്സിലാക്കൂ. ഇഷ്ടമാകുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ധനകാര്യപരമായി ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ കടം വാങ്ങുന്നതിനെയാണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരാൾ കടം വാങ്ങുന്നതിൻ്റെ ഹിസ്റ്ററി, അതായത് ഒരാൾ ക്രെഡിറ്റ് എടുത്തതിൻ്റെ ഹിസ്റ്ററി, ചരിത്രം, അതായത് ചുരുക്കം പറഞ്ഞാൽ ഒരാളുടെ എന്താ പറയുക, ധനകാര്യ ജാതകം തന്നെയാണ് സിബിൽ സ്കോർ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ സിബിൽ സ്കോർ എന്നാൽ അയാൾ എത്രമാത്രം ക്രെഡിറ്റ് എടുത്തിട്ടുണ്ട്, അതായത് ലോൺ എടുത്തിട്ടുണ്ട്, അതിൽ എത്രമാത്രം തിരിച്ചടച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കടം വാങ്ങിയാൽ തിരിച്ചടയ്ക്കുന്ന ആ ഒരു ബിഹേവിയർ, ശീലം, കൃത്യമായി തിരിച്ചടയ്ക്കുന്ന ആളാണോ, അതോ ഡിഫോൾട്ട് വരുത്തുന്ന ആളാണോ, മുടക്കം വരുത്തുന്ന ആളാണോ, ഇതെല്ലാം ക്രെഡിറ്റ് സ്കോറിൽ നമുക്ക് വ്യക്തമായി അറിയാൻ കഴിയും. ചുരുക്കം പറഞ്ഞാൽ നമ്മളോടിപ്പോൾ ഒരാൾ പണം കടം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അയാൾക്ക് പണം കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിൽ ചിന്തിക്കും, ഇയാൾക്ക് പണം കടം കൊടുത്താൽ തിരിച്ച് നമുക്ക് കൃത്യമായി തിരിച്ചു തരുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. അതുപോലെ തന്നെയാണ് ബാങ്കുകൾ വായ്പ കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന ആളിന് അത് തിരിച്ച് റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, റീപേയിങ് ഹാബിറ്റ് ഉള്ള ഒരു വ്യക്തിയാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു ഒരു ഇൻഡെക്സ്, ഒരു സൂചികയാണ് സിബിൽ സ്കോർ എന്ന് പറയുന്നത്. കുറഞ്ഞ സിബിൽ സ്കോർ എന്നത് 300 300-ൽ തുടങ്ങി 900-ൽ അവസാനിക്കുന്ന ഒരു സൂചികയാണ് സിബിൽ സ്കോർ. ഏറ്റവും കുറഞ്ഞ റീപേയ്മെൻറ്റ് ഹാബിറ്റോ അല്ലെങ്കിൽ ലോണൊക്കെ എടുക്കുന്നത് കുറഞ്ഞാലോ ഒക്കെ അങ്ങനെയുള്ള ഒരു ഏറ്റവും കുറഞ്ഞ സിബിൽ സ്കോർ എന്ന് പറയുന്നത് 300 300-ലാണ് സിബിൽ സ്കോർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നല്ല രീതിയിൽ റീപേയ്മെൻറ്റ് ഹിസ്റ്ററിയും ക്രെഡിറ്റ് ബാലൻസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ഏറ്റവും ഹയർ ആയിട്ട് പോകുന്ന ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് 900-ആണ്. നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടായിരുന്നാൽ അല്ലെങ്കിൽ നല്ലൊരു സിബിൽ സ്കോർ ഉണ്ടായിരുന്നാൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളായിരിക്കാം ഉണ്ടാവുന്നത്? നമുക്ക് ഈസി ആയിട്ട് ലോൺ എടുക്കാം. അതായത് ഏത് ധനകാര്യ സ്ഥാപനത്തിൽ പോയാലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ലോൺ ലഭിക്കും. ലോൺ മാത്രമല്ല, ക്രെഡിറ്റ് കാർഡ് അതുപോലുള്ളവ. ക്രെഡിറ്റ് കാർഡ് എന്താണെന്ന് വിശദമായി ഇനിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ലോണൊക്കെ എടുക്കുമ്പോൾ വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ പലിശ നിരക്ക്, വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ നമുക്ക് നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സിബിൽ സ്കോർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ലോണുകൾ ലഭ്യമാകും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ലോൺ ലഭിക്കാനായിട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ പണത്തിന് അത്യാവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സിബിൽ സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഉയർന്ന ഒരു എമൗണ്ട് അല്ലെങ്കിൽ തുക തന്നെ നിങ്ങൾക്ക് വായ്പയായി ലഭിക്കാം. അതിന് നല്ല രീതിയിലുള്ളൊരു സിബിൽ സ്കോർ ഉണ്ടാവണം. അതുപോലെ തന്നെ ബെറ്റർ ലോൺ ടേംസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ലോങ് ഡ്യൂറേഷനിൽ ചിലപ്പോൾ നമുക്ക് ലോൺ തരും, പക്ഷെ നമ്മൾ ഇത്ര ഒരു വർഷത്തിനകത്ത് തിരിച്ചടയ്ക്കണം, അങ്ങനെയൊക്കെ. അപ്പോൾ വലിയ എമൗണ്ട്സ് ഒക്കെ നമുക്ക് ഒരു വർഷത്തിനകത്തൊക്കെ ചിലപ്പോൾ തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. നല്ലൊരു ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ സിബിൽ സ്കോർ ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോങ് ഡ്യൂറേഷനിൽ, അതായത് ലോങ് ടേം ലോൺസ് പോലും ലഭിക്കാൻ ഇത് സഹായകമാണ്. സ്കോർ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന്, ഒരാൾ ലോൺ എടുത്തിട്ട് അതിൻ്റെ തിരിച്ചടവ് 35%, സിബിൽ സ്കോറിൻ്റെ 35% തീരുമാനിക്കുന്നത് ഒരാൾ വായ്പ എടുത്തതിൻ്റെ തിരിച്ചടവിൻ്റെ ആ ഒരു റൊട്ടീൻ എങ്ങനെയാണ്, കൃത്യമായ ഇൻസ്റ്റാൾമെൻറ്റുകൾ അല്ലെങ്കിൽ മാസാടവുകൾ കറക്റ്റായി അടയ്ക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് അരിയേഴ്സ് ഒന്നും വരുത്താതെ, മുടക്കം വരുത്താതെ അയാൾ കൃത്യമായി ലോൺ ഉണ്ടോ എന്നുള്ളതാണ് സിബിൽ സ്കോറിൻ്റെ 35% തീരുമാനിക്കുന്നത്. സിബിൽ സ്കോറിൻ്റെ മറ്റൊരു 30% തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ കൺസ്യൂമർ ഡ്യൂറബിൾസോ അതുപോലെ തന്നെ ഇപ്പോൾ ലാൻഡോ ബിൽഡിങ്ങോ എന്തെങ്കിലുമൊക്കെ നമ്മൾ അക്വയർ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു ക്രെഡിറ്റ് മിക്സ് എങ്ങനെയാണ്? ക്രെഡിറ്റ് മിക്സ് എന്നൊക്കെ പറയുമ്പോൾ അതായത് നമ്മളിപ്പോൾ കടം വാങ്ങിയാണോ, അതായത് ലോണിലാണോ അത് നമ്മൾ വാങ്ങുന്നത്, അതോ നമ്മുടെ ഓൺ എമൗണ്ടിനാണോ വാങ്ങുന്നത്, അതാണ് ക്രെഡിറ്റ് മിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഫ്രിഡ്ജ് വാങ്ങാനായിട്ട് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ എമൗണ്ട് ഫുള്ള് കാണത്തില്ല.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഉള്ള അമൗണ്ട്സ് കൊടുത്തിട്ട് ബാലൻസ് നമ്മൾ ഫൈനാൻസ് ഇട്ട് വാങ്ങുന്നു. അതൊരു ക്രെഡിറ്റ് മിക്സാണ്. അതല്ല ഇപ്പോൾ നമ്മുടെ കയ്യിൽ ₹1 പോലും ഇല്ല, നമ്മൾ പോയിട്ട് 0 ഡൗൺ പേയ്മെൻറ്റിൽ ഫുൾ എമൗണ്ടും ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ സാധനം വാങ്ങിയിട്ട് മന്ത്ലി തിരിച്ചടയ്ക്കുന്നു. ഇതാണ് ആ ഒരു ക്രെഡിറ്റ് മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതും എന്താണ്, സിബിൽ സ്കോർ നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണ്. അതായത് ഇപ്പോൾ ലോൺ എടുക്കാൻ വരുന്ന വ്യക്തി മുഴുവനായും എപ്പോഴും ഈ വായ്പയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്, എപ്പോഴും കടം വാങ്ങുന്ന ഹാബിറ്റുള്ള ആളാണോ, അതോ അയാൾ സ്വന്തമായുള്ള അധ്വാനിച്ച പൈസ കൊണ്ട് അല്ലെങ്കിൽ സ്വന്തമായുള്ള പൈസ കൊണ്ട് വാങ്ങുന്നുണ്ടോ, അത് എപ്പോഴും കടമാണോ ആശ്രയിക്കുന്നത് എന്നുള്ളതൊക്കെ അതും അതിലെ ഒരു ഘടകമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു, സിബിൽ സ്കോർ നിർണ്ണയിക്കുന്നതിൽ 100-ൽ 35% തീരുമാനിക്കുന്നത് ക്രെഡിറ്റ് റീപേയ്മെൻറ്റ് ഹിസ്റ്ററിയാണ്. അയാൾ തിരിച്ചടയ്ക്കുന്ന ആ ഒരു ശീലം, അതായത് കൃത്യമായി ഇൻസ്റ്റാൾമെൻറ്റുകൾ തിരിച്ചടയ്ക്കുന്നുണ്ടോ എന്നുള്ളതാണ് 35% വിലയിരുത്തുന്നത്. 30% വിലയിരുത്തുന്നത് നമുക്ക് ലഭിക്കുന്ന ആ ഒരു ക്രെഡിറ്റ് ലിമിറ്റ് നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്. അതായത് എപ്പോഴും അയാൾ ഡെറ്റ് ക്യാപിറ്റൽ, അതായത് കടം വാങ്ങുകയാണോ അല്ലെങ്കിൽ ലോണിനെയാണോ ആശ്രയിക്കുന്നത് എന്നുള്ളതാണ് 30% തീരുമാനിക്കുന്നത്. അടുത്തിനിയുള്ളത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഘടകമുണ്ട്. അത് 100-ൽ 15% തീരുമാനിക്കുന്നത് അയാൾ എത്ര കാലയളവ് കൊണ്ടാണ് ഈ ലോൺ തിരിച്ചടയ്ക്കുന്നതെന്നാണ്. ഇപ്പോൾ ഒരു ലോണ് അല്ലെങ്കിൽ ഒരു വായ്പ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായ ഇടവേളകളിൽ പറയുന്ന സമയപരിധിയിൽ തന്നെ അടച്ചു തീർക്കുന്നുണ്ടോ, അതായത് ലോങ് ടേം ലോൺസ് ആണോ അയാൾ പ്രിഫർ ചെയ്യുന്നത് കൂടുതലായിട്ടും, അതോ ഷോർട്ട് ടേം ആയിട്ടുള്ള ലോണുകൾ എടുത്ത് വേഗത്തിൽ അടച്ചു തീർക്കുന്ന ഹാബിറ്റാണോ. ഇത് ഒരു 15%. ഇതാണ് അതിൻ്റെ ഘടകം. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ഓൺലൈനിലൊക്കെ നമ്മൾ ഈ പണം കടം തരാം, നമുക്ക് പേഴ്സണൽ ലോൺസ് തരാം എന്ന് പറഞ്ഞിട്ട് ഉള്ള നോട്ടിഫിക്കേഷൻസൊക്കെ നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ എങ്കിലും ചുമ്മാ പോയിട്ട് നമുക്ക് പണത്തിന് ആവശ്യമില്ല എങ്കിൽ പോലും കിട്ടുമോ നമുക്ക് നോക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കാറുണ്ട്. നോക്കരുത്, പണി കിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് എൻക്വയറിക്ക് പോകും തോറും നമ്മുടെ സിബിൽ സ്കോർ താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കും. എത്രത്തോളം നമ്മൾ ക്രെഡിറ്റിനെ, അതായത് നമ്മൾ ക്രെഡിറ്റ് റിക്വസ്റ്റ് നോക്കുന്നുണ്ടോ, എവിടെന്നെങ്കിലുമൊക്കെ കടം വാങ്ങാൻ കിട്ടുന്ന ചാൻസ് ഉള്ള എല്ലായിടത്തും പോയി നമ്മൾ കടം വാങ്ങാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ലോൺ എടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആ ഒരു ഹാബിറ്റ് ഉണ്ട് എങ്കിൽ നമ്മുടെ സിബിൽ സ്കോർ കുറയും. അതുപോലെയുള്ള പേഴ്സണൽ ലോൺസ് ആവശ്യമുണ്ടോ എന്നുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പണത്തിന് അത്യാവശ്യമില്ല എങ്കിൽ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അവസാനം ഒരു 10%. ആ ഒരു 10% വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള ക്രെഡിറ്റുകൾ, കടം അല്ലെങ്കിൽ ലോൺസ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ എങ്ങനെയാണ് പറയുക, നമ്മൾ ലോൺ ആയിട്ട് വാങ്ങുകയാണ്, അതായത് ലോണായിട്ട് എടുക്കുന്നു, പണമായിട്ട് വായ്പ എടുക്കുന്നതാണോ, അതോ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൺസ്യൂമർ ഡ്യൂറബിൾസ് പോലുള്ള ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതാണോ, അതോ ക്രെഡിറ്റ് കാർഡ് യൂസേജ്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചില്ലെങ്കിലും നമുക്ക് സിബിൽ സ്കോർ കുറയും. കാരണം അതൊരു 10% അതിൽ വരുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡ് എടുത്ത് വെച്ച് അത് നമ്മൾ മന്ത്ലി കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ട് പേയ്മെൻറ്റ് കൃത്യമായി അടച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സിബിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് സിബിൽ സ്കോർ, എങ്ങനെ സിബിൽ സ്കോർ വർദ്ധിപ്പിക്കാം, സിബിൽ സ്കോർ കൂടുതലായി അല്ലെങ്കിൽ നല്ല സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളാണെന്നൊക്കെ മനസ്സിലാക്കി. ഇനി സിബിൽ സ്കോർ കുറഞ്ഞു പോയാൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കണ്ടേ. എന്ന് പറഞ്ഞാൽ ലോണ്, അതായത് നമുക്ക് എമർജൻസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസിൽ നമ്മുടെ കയ്യിൽ പണമില്ലാത്ത ഒരവസ്ഥയിൽ നമ്മൾ അത്രയും എമർജൻസി ആകുമ്പോഴാണ് നമ്മൾ ബോറോഡ് ക്യാപിറ്റൽ അല്ലാന്നുണ്ടെങ്കിൽ കടം വാങ്ങാൻ, ലോൺസ് എടുക്കാനൊക്കെ നമ്മൾ ശ്രമിക്കാറുള്ളത്. അപ്പോൾ നമുക്കൊരു സിബിൽ സ്കോർ കുറഞ്ഞ ഒരു റേറ്റാണ് നമ്മുടെ ഇൻഡെക്സ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് ലോൺ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ലെൻഡേഴ്സ് നമുക്ക് ലോൺ തരാനായിട്ട് മടിക്കും, ധനകാര്യ സ്ഥാപനങ്ങൾ ലോൺ തരാൻ മടിക്കും. അതുപോലെ തന്നെ അഥവാ നമുക്ക് ലോൺ തന്നാലും അതിന് ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. കാരണം പലിശ വളരെ കൂടിയേ അവർ തരത്തുള്ളൂ. കാരണം നമുക്ക് ഭയങ്കര റിസ്ക്കാണ് ലോൺ തരുന്നത്. കാരണം തിരിച്ചടവ് ഹിസ്റ്ററി ചിലപ്പം നമുക്ക് മോശമായിരിക്കാം. സിബിൽ സ്കോർ കുറവായതുകൊണ്ട് ഇയാൾക്ക് ലോൺ കൊടുത്താൽ റിസ്ക്കാണ് എന്നവർക്കുള്ളത് കൊണ്ട് അവർ മാക്സിമം പലിശ കൂട്ടിയേ നമുക്ക് ലോൺ തരത്തുള്ളൂ. അതുപോലെ തന്നെ ക്രെഡിറ്റ് ലിമിറ്റും വളരെ കുറവായിരിക്കും. ചിലപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ആവശ്യം കാണും. പക്ഷെ നമുക്ക് ലോവർ സിബിൽ സ്കോർ ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് 5000 രൂപയോ 10000 രൂപയോ ചിലപ്പോൾ നമുക്ക് ലോണ് ലഭിക്കാറുള്ളൂ. കുറഞ്ഞ സിബിൽ സ്കോർ ഉണ്ടായിരുന്നാൽ അതും നമുക്കൊരു ബുദ്ധിമുട്ടാണ്.
പിന്നെ അടുത്തെന്താ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിക്റ്റർ ആയിട്ടുള്ള ലോങ് ടേംസ് ആയിരിക്കും. സ്ട്രിക്റ്റർ ലോങ് ടേംസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരാളൊരു ഇപ്പോൾ ഏതെങ്കിലും ഒരു ധനകാര്യ സ്ഥാപനം നമുക്കൊരു 25,000 രൂപ തന്നു. പക്ഷെ കൃത്യമായിട്ട് അവർ പറയും 5 മാസത്തെ പരിധിയെ തരത്തുള്ളൂ. ആ 5 മാസത്തിനകത്ത് കൃത്യമായി നിങ്ങൾ ലോണ് റീപേയ്മെൻറ്റ് ചെയ്തിരിക്കണം. അത്രയും കൃത്യമായിട്ടും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റീപേയ്മെൻറ്റ് പോളിസി ആയിരിക്കും തരുന്നത്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ദോഷവശങ്ങൾ. ഇങ്ങനെ നമുക്ക് ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാം. സിബിൽ സ്കോർ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം? കൃത്യമായി ഓൺ ടൈമിൽ നമ്മൾ അടയ്ക്കാനുള്ള ബില്ലുകളെല്ലാം കൃത്യമായിട്ട് അടയ്ക്കുക. അടുത്തത് ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ. എപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ കടം വാങ്ങുന്ന ഒരു ശീലം നമ്മുടെ ഒരു 30%, നമ്മുടെ മൊത്തം എക്സ്പെൻഡിച്ചറിൻ്റെ മൊത്തം ചിലവിൻ്റെ 30% താഴെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, കടം വാങ്ങാവൂ. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു സിബിൽ നമ്മളെപ്പോഴും മോണിറ്റർ ചെയ്യണം. കാരണം ചില ധനകാര്യ സ്ഥാപനങ്ങൾ ചിലപ്പോൾ നമ്മൾ കൃത്യമായി ലോൺ അടച്ചാലും ചിലപ്പോൾ അവർ കറക്റ്റായിട്ട് അടയ്ക്കുന്നതിനെയും ചിലപ്പോൾ അരിയർ വരുത്തി എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ അങ്ങനെ ഉള്ളത് നമ്മൾ മോണിറ്റർ ചെയ്താലേ നമുക്കത് കണ്ടെത്താൻ പറ്റൂ. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് അവരെ റിപ്പോർട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സിബിലിൽ അത് പരാതി കൊടുക്കാം. നമുക്കത് കംപ്ലയിൻറ്റ് ചെയ്ത് അത് നമുക്ക് എറാഡിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്, ഒരുപാട് തവണ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിലധികം തവണ പല സോഴ്സുകളിൽ നിന്നും പണം കടം വാങ്ങിക്കുന്ന ആ ഒരു ലോൺ റിക്വസ്റ്റുകൾ നമ്മളെപ്പോഴും കൊടുക്കുന്നത്, അപ്ലൈ ചെയ്യുന്നതും ആ ഒരു ഹാബിറ്റ് ഒഴിവാക്കുക. അതുപോലെ തന്നെ എന്താണ്, നല്ല ഒരു ലോങ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് കൃത്യമായി ലോൺ എടുക്കുന്നു, കൃത്യമായി ഇൻസ്റ്റാൾമെൻറ്റുകളിൽ നമ്മളത് അടച്ചു തീർക്കുന്നു, അരിയേഴ്സ് ഒന്നും വരുത്തുന്നില്ല. ഇങ്ങനെ ഒരു ലോങ് ആയിട്ടുള്ള ഒരു റീപേയ്മെൻറ്റ് ഹിസ്റ്ററി, ക്രെഡിറ്റ് ഹിസ്റ്ററി നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്രെഡിറ്റ് സ്കോർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും. ഓർമ്മിക്കുക, ഒരു നല്ല സിബിൽ സ്കോർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് വേഗത്തിൽ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ലോൺ എടുക്കാനായിട്ട് കഴിയും. ഫലപ്രദമായിരുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. Until the next video, bye. Thank you.